എല്ലാവരും ഡൗട്ടാണ് സോപ്പ് ബേസിന് പതയില്ല എന്നുള്ള. അപ്പോൾ ആ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ സോപ്പ് ബേസിന് നല്ല പതയാണ്, നല്ല ഉറപ്പാണ്, നല്ല കട്ടിയാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അസ്സലാമലൈക്കും. ഇപ്പം എന്താണ് എല്ലാവരും വിശേഷം? ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് 10 ആയുർവേദിക് സോപ്പ് ഒരു കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് ഞാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമഞ്ഞൾ ഉണ്ടല്ലോ, പച്ചമഞ്ഞളിൻ്റെ ഒരു പീസ്, അതുപോലെ തന്നെ തുളസിയുടെ ഇല, അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് കറ്റാർവാഴയുടെ ഒരു 2 തുണ്ട് കറ്റാർവാഴ. അപ്പോൾ ഇത് 4ഉം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആയുർവേദിക്കിൻ്റെ സോപ്പ് ആ ഒരു കസ്റ്റമറിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു കൈപ്പിടിയാണ് ഞാൻ ഇതെല്ലാം എടുത്തിട്ടുള്ളത്. നന്നായി വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വേണം നമ്മളത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ. ഒട്ടും തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. വെള്ളമില്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. കാരണം നമ്മൾ കറ്റാർവാഴ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുപോലെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു മഞ്ഞ കളർ വരാനുണ്ട്. അത് പോകുന്ന വരെ വേണം നമ്മളതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാൻ. അപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ട് 2 ഭാഗത്ത് വരുന്ന മുള്ളും കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് നമ്മളത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വേണം നമ്മളിത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ തൊലി കളയണം, അതിൻ്റെ ജെല്ല് മാത്രമാണോ വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഞാൻ കറ്റാർവാഴയുടെ കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മളത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലൊരു വെള്ള കോട്ടൻ്റെ തുണി അല്ലെങ്കിൽ പഴ തോർത്തുമുണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അരച്ചിട്ട് ഉള്ള ആ സാധനം ഉണ്ടല്ലോ, അത് നമ്മൾക്കൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു നീര് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇതങ്ങനെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ചണ്ടി പോലെയും ചിലപ്പോൾ ചിലയുടെ അംശങ്ങളൊക്കെ ഉണ്ടായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലൊരു കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് നമ്മളത് അരിച്ചെടുക്കണം. ഇതുപോലെ ഞാൻ ചെയ്യണ പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അതിൻ്റെ ചണ്ടി നമുക്ക് ആവശ്യം വരുന്നില്ല. എത്ര നന്നായിട്ട് അരഞ്ഞാലും നമുക്കതിൻ്റെ ചണ്ടി ആവശ്യമില്ല. അതിൻ്റെ നീരാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് അരച്ചെടുത്തപ്പോൾ തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതായത് പാത്രത്തിൻ്റെ അരപ്പാത്രമോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അരപ്പാത്രമൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. നമ്മൾ ജ്യൂസ് ഓവറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ സോപ്പിന് ഒരു ഉറപ്പുണ്ടാവില്ല. സോപ്പ് ഇങ്ങനെ ഞെക്കുമ്പോൾ അതിങ്ങനെ ഞെങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഫുള്ളായിട്ട് ആവശ്യം വരുന്നില്ല. ബാലൻസ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ 1 കിലോ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് മെൽറ്റ് ചെയ്യണമെന്നും കട്ട് ചെയ്യണമെന്നും ഞാൻ കാണിച്ചിട്ടില്ല, എല്ലാ വീഡിയോസിലും നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് 2 ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ പച്ചമഞ്ഞൾ ചേർത്ത കാരണം അത് ഏകദേശം അതിൻ്റെ ഒരു കളറ് നമുക്കിത് കിട്ടും. കൂടുതലായിട്ട് ഞാൻ ചേർത്തിട്ടില്ല. ഒരു പീസ് പച്ചമഞ്ഞളും പിന്നെ ഒരു പിടി തുളസിയുടെ ഇല, ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇലയും പിന്നെ കറ്റാർവാഴയാണ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത്. മഞ്ഞൾ ചേർത്ത കാരണം അത് ഏകദേശം അങ്ങനത്തെ ഒരു കളറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂണാണ് ഇതിലേക്ക് ജ്യൂസ് ചേർത്തിട്ടുള്ളൂ. കൂടുതലായി ചേർത്ത് കഴിഞ്ഞാൽ സോപ്പിന് ഉറപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളറ് ഞാൻ അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ നന്നായി മിക്സ് ചെയ്താലാണ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും സ്മെല്ല് കിട്ടുള്ളൂ. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് 1 കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് 10 എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്ക് ഓൾറെഡി നമുക്കിത് പീസായിട്ട് വന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിലോയിൽ കൂടിയിട്ട് ചിലപ്പോൾ ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 11-12 സോപ്പുകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
കറക്റ്റ് 1 കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ 10 സോപ്പാണ് നമുക്ക് കിട്ടാറ്. ഇതിലിപ്പോൾ 12 11 നമുക്ക് കിട്ടിയിട്ടുണ്ട്. പീസായിട്ട് വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ തൂക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വന്നതുകൊണ്ട് നമുക്കതൊരു 11 12 സോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും കറക്റ്റായിട്ട് ബാറായിട്ട് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും 10 സോപ്പാണ് 1 കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് 2 മണിക്കൂറിന് ശേഷം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മോൾഡിൽ നിന്ന് എടുത്തിട്ട് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. യാതൊരു കെമിക്കൽസും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആയുർവേദിക് സോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട, ഇതിന് പകരം നിങ്ങൾക്ക് ക്യാരറ്റ് അതുപോലെ തന്നെ പച്ചമഞ്ഞൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ സോപ്പ് ഉണ്ടാക്കാം. ഞാൻ ഈ ഉപയോഗിച്ചത് തന്നെ ഈ മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. അപ്പം നമുക്ക് യാതൊരു കെമിക്കൽസും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ ധൈര്യമായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള സോപ്പാണ് ആയുർവേദിക്കിൻ്റെ സോപ്പ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആർക്കെങ്കിലും ഇതുപോലെ ആയുർവേദിക് സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ഓർഡർ എടുക്കുക. നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ മുഖത്തുള്ള എന്തെങ്കിലും കറുത്ത പാടുകൾ അതുപോലെ ചുളിപ്പ് അങ്ങനെയൊക്കെ ഉള്ള ഇതിനൊക്കെ നല്ലതാണ് നമുക്ക് ആയുർവേദിക് സോപ്പ്. അപ്പോൾ ഒരുവിധം എല്ലാവരും ആയുർവേദിക് സോപ്പാണ്. കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളത് യൂസ് ചെയ്യണേക്കാണ് എത്രയോ നല്ലതാണ് നമുക്ക് ആയുർവേദിക്കിൻ്റെ സോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ഇത് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമർ നമ്മൾ ഈ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കറിയുന്ന ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പം ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് 3000 മോണിറ്റൈസേഷൻ്റെ ഫസ്റ്റ് ഘട്ടമാണ് 3000. അത് കഴിഞ്ഞിട്ടാണ് 4000. 3000 വാച്ച് അവർ, അതായത് ഹാഫ് മോണിറ്റൈസേഷൻ എന്നാണ് ഇതിന് പറയുക. അതാവാനായിട്ടുണ്ട്. ഇന്നോ നാളെയോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നും കൂടെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നോ നാളെ ആയിട്ട് ഹാഫ് മോണിറ്റൈസേഷൻ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് രണ്ടാമത്തെ 4000 വാച്ച് അവറിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും ഇനി അവിടുന്ന് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചോ. കമൻറ്റിൽ ചിലപ്പോൾ ഞാൻ റിപ്ലൈ തരണമെന്നുണ്ടാവില്ല. കാരണം കമൻറ്റ് നോക്കാൻ തന്നെ എനിക്ക് നേരം ഉണ്ടാവില്ല. അതാണ് ഞാൻ ലൈക്ക് പോലും ഇട്ട് തരാത്തത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്ത് തരാൻ ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിൽ ചോദിച്ചോ. കമൻറ്റിന് റിപ്ലൈ തന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സോപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ബേസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വലിയ ലാഭത്തിലൊന്നല്ല നമ്മൾ എടുക്കുന്നത്, ചെറിയൊരു എമൗണ്ടിലാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ഈ ചാനലൊന്ന് ചെറുതായിട്ടൊന്ന് ഡള്ളായിപ്പോയി. അതായത് എനിക്ക് കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു 3-4 ദിവസം. അപ്പോൾ അതിൻ്റെ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോസ് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.